കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. ഈ മാസം 12-ന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടലിന് ശേഷം ഇത് 5-ാം തവണയാണ് ഐസക്കിന് ED നോട്ടീസ് നൽകുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി. അർജുൻ, നേരത്തെ നൽകിയ നോട്ടീസുകളോടൊന്നും പ്രതികരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഹാജരാകില്ല എന്ന് തന്നെയായിരുന്നു തോമസ് ഐസക്കിന്റെ നിലപാട്. ഇപ്പോൾ ഐസക്കിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ബിനിൽ, തോമസ് ഐസക്കിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. പക്ഷേ മസാല ബോണ്ട് കേസിൽ ഇത് 5-ാം തവണയാണ് തോമസ് ഐസക്കിന്, മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ED നോട്ടീസ് നൽകുന്നത്. ഈ മാസം 12-ാം തീയതി EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നേരത്തെ ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ കിഫ്ബി ഉദ്യോഗസ്ഥർ EDക്ക് മുമ്പിൽ ഹാജരായിരുന്നു. 1.5 വർഷം മുമ്പാണ് ആദ്യമായി തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു. വ്യക്തിവിവരങ്ങളടക്കം ചോദിച്ചുകൊണ്ട് നൽകിയ നോട്ടീസ് പിന്നീട് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളടക്കം പരിശോധിച്ച ശേഷം വീണ്ടും ED അടുത്തിടെ നോട്ടീസ് നൽകുകയായിരുന്നു. എന്നാൽ പലതവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകില്ല എന്ന നിലപാടിൽ തോമസ് ഐസക് ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന് തോമസ് ഐസക്കിനോട് ചോദിച്ചു. പിന്നീടാണ് കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകാം എന്നൊരു നിലപാടെടുത്തത്. അതിന് പിന്നാലെയാണ് കിഫ്ബി ഫിനാൻസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജോഷ് കൃഷ്ണൻ ഹാജരായത്. അജോഷിനൊപ്പം കിഫ്ബിയിലെ ഹേമനന്ദ ഉദ്യോഗസ്ഥരും അന്ന് ഹാജരായിരുന്നു. മസാല ബോണ്ടിൽ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് ED അന്വേഷിക്കുന്നത്. ഈ കേസിൽ മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നൊരു നിലപാടാണ് ഹൈക്കോടതിയിൽ ED എടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ED വീണ്ടും തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഫെമ ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ നിലവിലെ LDF സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടൻ.